ഹലോ, വെൽക്കം ടു ടോപ്പ് വിറ്റി. ഇന്നത്തെ നമ്മുടെ 12ാമത്തെ എപ്പിസോഡാണ്. ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. തുടർന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ഇതുവരെ ഉള്ള കുറേ ക്വസ്റ്റ്യൻസ് ബാക്ക്ലോഗ് ആയിട്ട് ഞങ്ങളുടെ മെയിലിൽ കിടപ്പുണ്ടായിരുന്നു. അതാണ് കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ ഇത്തരം എപ്പിസോഡ്സ് ഇട്ട് ആ ക്വസ്റ്റ്യൻസ് എല്ലാം തീർന്നു. ഇപ്പം നമ്മൾ വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. സോ ഇനിയും തൊട്ട് നമ്മൾ ഈ സീരീസ് ഉണ്ട്, ദാറ്റ് ഈസ് ആസ്ക് ടോപ്പ് വിറ്റി റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ആൻസർ ചെയ്യുന്ന ഈ സീരീസ് മാസത്തിൽ ഒരു പ്രാവശ്യം ഞങ്ങളാക്കാൻ പോവുക. സോ എവറി ഫസ്റ്റ് മൺഡേ നമ്മൾ അത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാ മാസത്തെ ഫസ്റ്റ് മൺഡേ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒത്തിരി ക്വസ്റ്റ്യൻസ് പിന്നെയും വരുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും അത് ആൻസർ ചെയ്യാനായിട്ട് ഇടയ്ക്ക് പിന്നെയും എപ്പിസോഡ്സ് ഇടാം. സോ അതാണ് ഇതിൻ്റെ ഒരു അപ്ഡേറ്റ്. സോ ആദ്യമായിട്ട് വരുന്ന വ്യൂവേഴ്സിന് വേണ്ടിയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഈ ഷോ എന്നാന്ന് പറഞ്ഞു തരാം. നിങ്ങൾ അയക്കുന്ന റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെ മാട്രിമോണിയലോ അങ്ങനത്തെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് വൈസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞങ്ങൾ ആൻസർ ചെയ്യുന്നത്. അത് ഞങ്ങളുടെ മെയിൽ തന്നിട്ടുണ്ട്, അതിലോട്ട് അയച്ചാൽ മതി. ആ മെയിലിൽ വരുന്നത് ഞങ്ങൾ അനോണമസ് ആയിട്ടാണ് ഞങ്ങളിത് വായിക്കുന്നത്. ആരുടെയും പേരോ ഡീറ്റെയിൽസോ സ്ഥലമോ ഒന്നും ഞങ്ങൾ വെളിപ്പെടുത്തത്തില്ല. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, പക്ഷേ അതിൻ്റെ അകത്ത് നിന്ന് അതെല്ലാം ഞങ്ങൾ സ്ക്രാച്ച് ചെയ്ത് കളയും. ഒന്നും ഞങ്ങൾ ഡീറ്റെയിൽസ് പറയത്തില്ല. ജസ്റ്റ് അനോണമസ്ലി ഞങ്ങളിത് ആൻസർ ചെയ്യുന്നതായിരിക്കും. അത് എല്ലാവർക്കും ഒരു ഹെൽപ്പ് ആകട്ടെ എന്ന് പറഞ്ഞാണ് ഈ ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ആൻസർ ചെയ്യുന്നത്. സോ അതാണ് ഈ ഷോ. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോകാം. ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക്. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഞാൻ 10ൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഞാൻ 5ൽ പഠിക്കുമ്പോൾ അച്ഛൻ മരിച്ചു. ഞാൻ 8ൽ പഠിക്കുമ്പോൾ അമ്മ വീണ്ടും വിവാഹിതയായി. എൻ്റെ സ്റ്റെപ്പ് ഫാദർ നല്ലൊരു മനുഷ്യനാണ്. സമൂഹത്തിൽ എന്നോടും നല്ല സ്നേഹമാണ്, നല്ല ഇടപെടലും ആയിരുന്നു. ഇടയ്ക്ക് വെച്ച് എന്നോട് മോശമായി പെരുമാറാൻ തുടങ്ങി. ഒരു തവണ എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ ഞാൻ ഓടി രക്ഷപ്പെട്ടു. പിന്നീടും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. അമ്മയോട് ഒരിക്കൽ സൂചിപ്പിച്ചപ്പോൾ അമ്മ പറയുന്നു, എനിക്ക് തോന്നിയതാകും, അച്ഛൻ അങ്ങനെ ചെയ്യില്ല എന്ന്. കാരണം അച്ഛൻ അമ്മയുടെ മുന്നിൽ വളരെ മാന്യനാണ്. എന്നോടുള്ള ഇടപെടലും അങ്ങനെ തന്നെയാണ്. ഞാൻ എന്ത് ചെയ്യും എന്ന് കൺഫ്യൂഷനിലാണ്. ഓക്കെ, ഇത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ വളരെ ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം ഫാദർ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു വ്യക്തിയാണ്. സ്റ്റെപ്പ് ഫാദർ എന്ന് പറഞ്ഞാലും അതേ സെയിം റോളിൽ ഇരിക്കുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരാൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പം അത് വളരെ എല്ലാവർക്കും ഒരു സങ്കടപ്പെടുത്തുന്ന അല്ലെ ഒരു ഭയങ്കര ഒരു പ്രോബ്ലം തന്നെയാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല അങ്ങനെ ഒരു പ്രോബ്ലമാണ്. പക്ഷേ ഞങ്ങളിത് പറ്റുന്ന പോലെ ഞങ്ങൾ ആൻസർ ചെയ്യാൻ ഞങ്ങൾ നോക്കാം. ഇതിന്ന് സമൂഹത്തിൽ ഒത്തിരി നടക്കുന്ന സംഭവങ്ങളാണ്. പല വീടുകളിലും ഇതൊന്നും പുറത്ത് വരുന്നില്ല. ഒന്നാമത്തെ കാര്യം നാണക്കേടാണ്. പുറത്ത് വന്നാൽ പുറത്ത് വിടാൻ പറ്റിയ ഒരു ന്യൂസ് അല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ പല വാർത്തകളും കണ്ടിട്ടുണ്ടല്ലോ, പത്രത്തിലും അങ്ങനെ പല മാധ്യമങ്ങളിലൂടെ. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് സമൂഹത്തിൽ ഇന്ന് ഒത്തിരി നടക്കുന്നൊരു സംഭവമാണെന്ന്. ഇതിൻ്റെ സൊല്യൂഷൻ പറയാനായിട്ട് ഇച്ചിരി ഒരു ഹാർഡ് ക്വസ്റ്റ്യൻ എന്ന് തന്നെ പറയാം. കാരണം ഒത്തിരി ഇമോഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ തന്നെയാണിത്. ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് കുട്ടി അമ്മയെ അപ്രോച്ച് ചെയ്ത് ഇത് ഓൾറെഡി പറഞ്ഞു നോക്കിയിട്ടുണ്ട്. പക്ഷെ അമ്മ അത് വിശ്വസിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആ കൊച്ചു തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ പുള്ളി വൈഫിനോടും മോളോടും നല്ല സ്നേഹത്തിലും നല്ല പെരുമാറ്റത്തിലും ആ വീട്ടിലൊക്കെ ഉള്ളതെന്ന്. അപ്പൊ വൈഫ് അതല്ലേ വിശ്വസിക്കത്തുള്ളൂ. തന്നെയല്ല, ഒരാൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴത്തെ ഇങ്ങനെ ആയിട്ട് മാറുമെന്ന് ആർക്കും അത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. ആ രീതിയിലായിരിക്കും, അത്ര മാന്യനായിട്ടായിരിക്കും പുള്ളി നോർമലി ഇരിക്കുന്നത്. അതൊരു പ്രശ്നമാണ്. അമ്മയുടെ സൈഡിൽ നിന്ന് പറയുവാണെങ്കിൽ അമ്മ ചിലപ്പോൾ ഓർക്കുമായിരിക്കും ഇത് സ്റ്റെപ്പ് ഫാദർ ആയതുകൊണ്ട് ജസ്റ്റ് കുഴപ്പം ഉണ്ടാക്കാനായിട്ട് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും, അതിനുവേണ്ടി മാത്രം കുഴപ്പമുണ്ടാക്കാനായിട്ട് സ്റ്റോറീസ് ഉണ്ടാക്കി പറയുന്നതാണെന്ന് ചിലപ്പം തിങ്ക് ചെയ്യുന്ന ആയിരിക്കാം എന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. അതോ എന്താ നടക്കുന്നതെന്ന് എനിക്കറിയാം. അത് തന്നെയല്ല, ഇനിയിപ്പോ ശരിക്കും പറഞ്ഞാൽ സത്യമാണെന്ന് അമ്മയ്ക്ക് തെളിഞ്ഞാലും അവരെ സംബന്ധിച്ച് ഒരു ഫസ്റ്റ് ഹസ്ബൻഡ് മരിച്ചുപോയി. അപ്പൊ മോളെയും കൊണ്ട് അവര് കുറച്ചാൾ തനിയെ ജീവിച്ചു. അപ്പൊ വേറൊരു കൂട്ട് വേണം എന്നുള്ളത് കൊണ്ടല്ലേ രണ്ടാമത് കല്യാണം കഴിച്ചത്. അപ്പൊ അതും ഒരു ഫ്ലോപ്പ് ആയി പോയി എന്ന് പറയുമ്പോൾ സമൂഹത്തില് അത് നിലനിൽപ്പിനെ ബാധിക്കുമായിരിക്കുമല്ലോ. അതുകൊണ്ട് ചിലപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും, അത്രയ്ക്ക് പാടായിരിക്കും. അതുകൊണ്ട് ഇത് കേൾക്കാൻ പോലും റെഡിയല്ല, ആ ഒരു ഇമോഷണൽ സ്റ്റേറ്റിലായിരിക്കാം എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഏതെങ്കിലും നല്ല ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിനോട് പറയുക. അമ്മയുടെ ഇപ്പോൾ ബ്രദറോ അല്ലെങ്കിൽ അമ്മയുടെ പേരൻസോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞിട്ട്
എത്രയും വേഗം ഹോസ്റ്റലിലോട്ട് വല്ലതും മാറി അവിടെ നിന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഈ അതായിരിക്കും. കൊച്ചിന് എത്ര വയസ്സുണ്ട്? അതിപ്പോ 10 പഠിക്കുന്നേ ഉള്ളൂ. 10 പഠിക്കുന്നേ ഉള്ളൂ. സോ ഇതിന്റെ അകത്ത് സൊല്യൂഷൻ അത് തന്നെ ആയിരിക്കും. അമ്മയുടെ വീട്ടിലോ വല്ലതും മാറി നിന്ന് പഠിക്കുന്നതായിരിക്കും. അല്ല, അവിടെ ഇതിനെക്കാട്ടിലും പാടാണെങ്കിൽ പിന്നെ പറയാൻ പറ്റത്തില്ല. സോ ഒരു ഇഷ്യൂ ആകാതെ നൈസായിട്ട് അല്ല, അതിന്റെ ഒരു സൊല്യൂഷൻ അതായിരിക്കും. ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇത് പറയുവാണെങ്കിൽ അത് എത്ര ഈ റിലേറ്റീവ്സിനെ പറഞ്ഞ ഇനി അവർ കേട്ടില്ലെങ്കിലോ അല്ലെ ആ റിലേറ്റീവ്സിന് വേറെ വല്ല ഇൻട്രസ്റ്റ് കാണും ഇതിൻ്റെ അകത്ത്. അവർക്ക് എന്തെങ്കിലും വേറെ സെൽഫിഷ് മോട്ടീവ്സ് കാണാൻ ചാൻസ് ഉണ്ട്. സോ അതൊക്കെ ഒത്തിരി കെയർഫുള്ളായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്ന ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും നമ്മുടെ തന്നെ സെൽഫ് ഇൻഡിപെൻഡൻസ് എടുക്കാൻ പറ്റും. ഇപ്പം 10ാം ക്ലാസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഇനിയും 11th 12th ഇങ്ങനെ നിങ്ങളുടെ അടുത്ത ഡിഗ്രീസും പിന്നെ അങ്ങനെ പഠിക്കാനായിട്ടുള്ള ലൈനിൽ പോവുകയാണ്. ഈ 11th 12th ഞാൻ പറയുന്നത് ആ സ്ഥലത്ത്, ദാറ്റ് ഈസ് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് എടുക്കാതെ ഇച്ചിരി ഡിസ്റ്റൻസിൽ നിങ്ങൾ ഹോസ്റ്റലിൽ പഠിച്ച് എടുക്കുന്ന പോലെ ആക്കുക. അത് ഏറ്റവും നല്ലതായിരിക്കും ഇങ്ങനത്തെ ഒരു കേസ് ആയതുകൊണ്ട്. കാരണം ഇനിയും സ്റ്റെപ്പ് ഫാദറിൻ്റെ ഇത് ഒരിക്കലും ഈ സ്വഭാവം മാറാൻ പോകുന്നില്ല, എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിലും പുള്ളി നമ്മളെ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് ഒരു ഫാദർ എന്ന് പറയുമ്പോൾ. അത് ഈവൻ സ്റ്റെപ്പ് ഫാദർ ആയാലും അത് തന്നെയാണ് പുള്ളിയുടെ ഒരു കടമ. ആ ഒരു സ്ഥാനത്ത് സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് ആ കൊച്ചിനെ എത്രമാത്രം മാനസികമായി തളർത്തും എന്നുള്ളത്. ഇപ്പം തൽക്കാലം 10 എങ്ങനെയും പഠിച്ച് അത് ജയിച്ചു കഴിയുമ്പോൾ വേഗം തന്നെ ഹോസ്റ്റലിലോട്ട് മാറുക. അന്നേരം നമുക്ക് കുറച്ചുകൂടി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനും പറ്റും. കാരണം ഇങ്ങനെ ഒരു ഫാദറിൽ നിന്ന് നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ പ്രതീക്ഷിക്കാൻ പോലും പറ്റത്തില്ല. ഇത് നിങ്ങളെ തളർത്താനായിട്ട് ഒട്ടും സമ്മതിക്കരുത്. ഞങ്ങൾ പറയുന്നത് ഇത് അൻസു പറഞ്ഞ പോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ അടുത്ത ഒരു ലെവലിലോട്ട് മാറുക. അത് നമുക്ക് കുറച്ചുകൂടെ ബോൾഡ് ആകാനും പറ്റും. നമ്മൾ ലൈഫിനെ പറ്റി കുറച്ചുകൂടെ പഠിക്കാനും പറ്റും. കാരണം അമ്മയ്ക്കെന്ന് പറയുമ്പോഴും ഒരു പരിധി കൂടുതൽ ഈ ഒരു സാഹചര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അമ്മയുടെ അവസ്ഥ അത് തന്നെയാണ്. അമ്മയെ നമുക്ക് മനസ്സിലാക്കണമല്ലോ. അപ്പം ഫാദർ ഇങ്ങനെ ചെയ്യുന്ന പക്ഷെ അമ്മ എനിക്ക് അതിൻ്റെ അകത്തൊരു അവരുടെ സൈഡ് എനിക്ക് മനസ്സിലാക്കാം. പക്ഷെ അമ്മ ചെയ്യുന്ന തെറ്റാ. അമ്മ ആക്ച്വലി ഇവിടെ ഇന്റർവ്യൂ ചെയ്യേണ്ടിയാണ്, അത് ചെയ്യുന്നില്ല. പക്ഷെ പോട്ടെ, നമ്മൾ ഇനിയും ചെയ്യേണ്ട കാര്യം നമ്മുടെ കയ്യിലും കൺട്രോൾ. നമ്മൾ നമ്മുടെ കാര്യം നോക്കുക. ഏതായാലും 10 പഠിക്കുമ്പോൾ ഒരു 10, 15, 16 വയസ്സോളം കാണുമല്ലോ. അന്നേരം ഇനി മുന്നോട്ട് ഇനിയും നിങ്ങൾ 2-3 വയസ്സും കൂടെ കഴിഞ്ഞാൽ നിങ്ങൾ 18 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അഡൾട്ടായി. ആ 18 ഇയേഴ്സ് തൊട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വയമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ പറ്റും. നിങ്ങൾക്ക് ആരുടെയും കാല് പിടിക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ജോലി ചെയ്യാം, പാർട്ട് ടൈം ആയിട്ട് പല കാര്യങ്ങൾ ചെയ്യാം. ആരുടെയും ഒരു സപ്പോർട്ട് ഇല്ലാതെ വളർന്നു വന്നേക്കുന്ന നല്ല ആൾക്കാർ, നല്ലതായിട്ട് ഇന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി ആൾക്കാർ നമുക്ക് സൊസൈറ്റിയിലുണ്ട്. ആ ഒരു കേപ്പബിലിറ്റി ഇന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. ഇനിയും എഡ്യൂക്കേഷൻ വിടരുത്, എഡ്യൂക്കേഷനിലോട്ട് ഇത് എഫക്റ്റ് ചെയ്യാനും സമ്മതിക്കരുത്. നിങ്ങളുടെ വാശിയോടെ തന്നെ ഇത് വാശിയോടെ തന്നെ നിങ്ങൾ എടുക്കുക. ഇത് എനിക്ക് 10ാം ക്ലാസ് കിട്ടുന്നല്ല, ഇത് മാർക്ക് വേണം, കാരണം ഇതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണം. എന്നിട്ട് അതിനെ ആ ഒരു എനർജിയെ അങ്ങനെ ചാനൽ ചെയ്തിട്ട് 10ാം ക്ലാസ് പിന്നെ 12 ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് നിങ്ങൾ ഹോസ്റ്റലിൽ താമസിക്കുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് നിങ്ങൾ ദൂരെ വല്ലയിടത്തും പോവുക. ഓട്ടോമാറ്റിക്കലി സ്കോളർഷിപ്പൊക്കെ വേറെ ഇപ്പം ദൂരെയുള്ള യൂണിവേഴ്സിറ്റിയിലും ഇവിടെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അത് ഈ സിറ്റുവേഷനിൽ നിങ്ങൾ മാറിപ്പോയി. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ പറയുന്നു. എന്നിട്ട് അത് നമുക്ക് തന്നെ ഒരു ഇൻഡിപെൻഡൻസ് ആയിരിക്കും. ഒരു പ്രാവശ്യം അത് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എഫക്റ്റ് ചെയ്യത്തില്ല. നിങ്ങൾ ആ സ്ഥലത്തിൽ നിന്ന് നിങ്ങൾ ആ ഫിസിക്കൽ എൻവയോൺമെൻറ്റിൽ നിന്ന് ഡിസ്റ്റൻസ് വെച്ച് കഴിഞ്ഞാൽ ഇത് എഫക്റ്റ് ചെയ്യത്തില്ല. അതായിരിക്കും ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ. നിങ്ങൾക്ക് ട്രസ്റ്റുള്ള റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്നത് പിന്നെ ഇത് കുഴപ്പം കൂടത്തേ ഉള്ളൂ. ഇതെല്ലാം കൂടെ എല്ലാവരും കൂടെ അതിൻ്റെ അകത്ത് കയറി അത് അടിയും ബഹളവും ഭയങ്കര പ്രശ്നങ്ങളാകും. ബെറ്റർ സൊല്യൂഷൻ ഇസ് ഇതിൻ്റെ അകത്ത് ഇന്ന് ഇപ്പം ഈ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. അതായിരിക്കും കുട്ടിക്ക് ഏറ്റവും നല്ലതെന്ന് ഞങ്ങൾക്ക് തിങ്ക് ചെയ്യുന്നു, അല്ലേ? അപ്പോൾ ഇതാ ഞങ്ങളുടെ ആൻസർ. നമുക്കിപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ. ഞാനൊരു പ്രവാസിയായിരുന്നു. ഇപ്പോൾ ദുബായ് ജീവിതം ഉപേക്ഷിച്ച് നാട്ടിൽ ജീവിക്കുന്നു. എന്റെയും വൈഫിന്റെ ഇടയിൽ ഫിസിക്കൽ ഇന്റിമസി കുറവാണ്. പലപ്പോഴും പല കാരണങ്ങൾ പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറും. അതെനിക്കൊരു ഫ്രസ്ട്രേഷനാണ്. ഇപ്പോൾ വന്ന് വീട്ടുജോലി വരെ ചെയ്യേണ്ടി വന്നു. അവൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ അവൾ ഫിസിക്കൽ റിലേഷന് സമ്മതിക്കില്ല. പലപ്പോഴും അവളോട് സംസാരിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചേഞ്ച് ഉണ്ടാകുമെന്ന് മാത്രം, പിന്നെയും പഴയതുപോലെ. ഈ അടിമത്തത്തിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുക? ഇതിനെന്താണ് പരിഹാരം? ഇതിൻ്റെ അകത്തും ഞാൻ പറയാനുള്ള, ഇത് പല വീടുകളിൽ നടക്കുന്ന കാര്യമായിരിക്കാം. പക്ഷേ ഇങ്ങനത്തെ ഒരു ഒരു പേഴ്സണൽ കാര്യമായതുകൊണ്ട് ആരും അത് ഷെയർ ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും ഇവിടെ അനോണിമസ്ലി നമുക്ക് അയച്ചേക്കുന്നത്. ഞങ്ങളിത് പറ്റുന്ന പോലെ ഞങ്ങൾ ആൻസർ ചെയ്യാൻ നോക്കാം. ഒരു മാരേജ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം വരുന്നത് അത് നമ്മളെ വളരെ ഹേർട്ട് ചെയ്യും. കാരണം
മെയിലിൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പറയാം, ഫിസിക്കൽ ഇൻറ്റിമസി ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഫീമെയിലിന് വേണ്ടിയെക്കാട്ടിലും കൂടുതൽ ഒരു പാർട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ സൈക്കോളജി ബുക്സോ ഇതൊക്കെ വായിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള റിസർച്ച് നോക്കുവാണെങ്കിൽ ആക്ച്വലി 2 പേർക്കും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് വെക്കാനായിട്ട് ഇത് 2 പേർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ശരിയാണ്, അങ്ങനെ തന്നെയാണ്. നമുക്ക് ഇപ്പം ഒരു മാരീഡ് ലൈഫ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഘടകമാണല്ലോ അതൊക്കെ. ഇതിപ്പോൾ വൈഫിന് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ പുള്ളി പ്രവാസിയായിരുന്നു, ചിലപ്പം പുള്ളി വെളിയിലായിരുന്ന സമയത്ത് ഇനി വേറെ വല്ല റിലേഷനും ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അതോ ഇനി ചെയ്യാൻ പറ്റും, ചിലപ്പോൾ അങ്ങനെ വല്ലതും വന്നിട്ട് ഡിസ്റ്റൻസ് ആയതാണോ, അങ്ങനെ ആകാനും ചാൻസ് ഉണ്ട്. അതോ ഇനി പുള്ളിയുമായിട്ടുള്ള റിലേഷനിൽ വലിയ താല്പര്യം ഇല്ലാത്തതാണോ എന്ന് നമുക്കറിയത്തില്ല. ചിലപ്പം ഫിസിക്കൽ ഇൻറ്റിമസിയിലുള്ള ആ ഒരു താല്പര്യം കുറഞ്ഞു കാണും, അതിനും അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഒന്നുകിൽ നിങ്ങൾ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. പിന്നെ വീട്ടുജോലി ചെയ്യിക്കുന്നത് അതൊരിക്കലും അത് ശരിയല്ല. ഒന്നുകിൽ 2 പേരോടെ ഷെയർ ചെയ്ത് ചെയ്യുക. ഇപ്പൊ വൈഫിന് ജോലി ഇല്ലെങ്കിൽ വൈഫിന് ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. അല്ല, ഇവിടെ അത് ചില സ്ത്രീകൾ ഇത് ചെയ്യുന്നതാണ്, സെക്സിനെ ഒരു വെപ്പനായിട്ട് യൂസ് ചെയ്യും. നിങ്ങൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലേ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരിക്കലും ഒരു മാരീഡ് ലൈഫ് ഹെൽത്തി ആയിട്ട് പോകത്തില്ല. സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അത് ശരിയല്ല. ഇതിൻ്റെ അകത്ത് ഇനിയും പറയാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ, നമ്മൾ എങ്ങനെയാലും നിങ്ങൾ ഒന്ന് സംസാരിച്ച് നോക്കുക. ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ഞങ്ങൾ പറഞ്ഞ പോലെ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിൽ എന്താ കേറിയേക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. കാരണം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു സൈഡ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുള്ളൂ, ഒരു സൈഡ് ദാറ്റ് ഈസ് നിങ്ങളുടെ സൈഡ് ഇപ്പം ക്ലിയർ ആണ് എന്താ നടക്കുന്നതെന്ന്. പക്ഷേ അവിടെ ഓപ്പോസിറ്റ് സൈഡിൽ എന്നാ നടക്കുന്നതെന്ന് നമുക്കത് അറിയാൻ മേല, അതാണ് പ്രോബ്ലം. സോ അവിടെ ഓപ്പോസിറ്റ് സൈഡ് ഇപ്പം ഞങ്ങൾ പറഞ്ഞ പോലെ ഒരു അസംഷൻ ഇതാണ്, വേറെ അഫെയറോ എന്തെങ്കിലും കാര്യങ്ങളാകാൻ പറ്റും. സെക്കൻഡ് ചിലപ്പോൾ അഫെയർ ഒന്നും അല്ലായിരിക്കും, ഫിസിക്കൽ ഇൻറ്റിമസിക്ക് ചിലവർക്ക് ഇൻട്രസ്റ്റ് അങ്ങ് പോകും, അങ്ങനത്തെ കേസും ഉണ്ട്. സോ അതാകാൻ ചാൻസ് ഉണ്ട്. ഫിസിക്കൽ ഇൻറ്റിമസിയെ വേണ്ട അതുകൊണ്ടായിരിക്കും. അല്ലേ ഇനിയും വേറെ ഒരു കേസുണ്ട്, അത് അതിനെക്കാട്ടിലും പാടാണ്, നിങ്ങളുമായിട്ട് ഫിസിക്കൽ ഇൻറ്റിമസി വേണ്ടായിരിക്കും, അതൊരു ഇഷ്ടമില്ലായിരിക്കും. എന്തെങ്കിലും റീസൺ അത് അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ലായിരിക്കും, എന്തെങ്കിലും റീസൺ ആയിരിക്കാം. അത് നിങ്ങൾക്ക് സംസാരിച്ച് അത് എങ്ങനെയാലും അത് സംസാരിച്ചെടുക്കേണ്ടി വരും. എന്താ കാര്യമെന്ന് ചോദിച്ചറിഞ്ഞാലേ പറ്റത്തുള്ളൂ. പിന്നെ ഞങ്ങൾ പറയുന്ന പോലെ ഇങ്ങനത്തെ കേസസ് ഇതിന് കൗൺസിലിംഗ് ഉണ്ട്. ഇത് നിങ്ങളായിട്ട് സംസാരിച്ചിട്ട് ഇത് ക്ലിയർ ആകുന്നില്ലെങ്കിൽ നിങ്ങളുടെ മാരേജ് സേവ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും കൗൺസിലിംഗ് ഉണ്ട്. കൗൺസിലിങ്ങിന് പോവുക. കൗൺസിലിങ്ങിന് പോകുമ്പോഴത്തേന് അവർ സ്പെസിഫിക്കലി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവർ എങ്ങനെയൊക്കെ ക്ലിയർ ചെയ്യാനായിട്ടുള്ള ചില എക്സസൈസസും പല കാര്യങ്ങളും അവർ ചെയ്യും. അത് വെച്ച് നിങ്ങൾ തമ്മിൽ ഉള്ള ഒരു എന്താ ഫ്രിക്ഷൻ, അത് ഈ കേസിൽ എന്താ ഫ്രിക്ഷൻ വരുന്നത് അത് മനസ്സിലാകും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടാഞ്ഞിട്ടായിരിക്കും, അതിന് ഇൻട്രസ്റ്റ് ഇല്ലാതെ പോകുമായിരിക്കും, അല്ല എന്തെങ്കിലും ആയിരിക്കും. അത് നിങ്ങളത് വർക്കൗട്ട് ചെയ്ത് അങ്ങനെ നിങ്ങളുടെ മാരേജ് സേവ് ചെയ്യാനായിട്ടായിരിക്കും, അതായിരിക്കും ബെസ്റ്റ്. അത് ഫൈൻഡ് ചെയ്യുവാണെങ്കിൽ മാത്രമേ ഇതിനൊരു സൊല്യൂഷൻ ഉള്ളൂ. സോ അത് എന്താ റീസൺ അത് ഫൈൻഡ് ചെയ്യുക. ഇന്നത്തെ 2 ക്വസ്റ്റിന് ഞങ്ങൾ ആൻസർ ചെയ്തു ഞങ്ങൾക്ക് പറ്റുന്നത് പോലെ. ഞങ്ങൾ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് വരുന്ന അനുസരിച്ച് ഇനിയും ഞങ്ങൾ അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പം കണ്ടിന്യൂസ്ലി ഇത്ര എപ്പിസോഡ്സ് ഇട്ട എന്നാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇമെയിലിൽ അത്രയ്ക്ക് ബാക്ക്ലോഗ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ടായിരുന്നു. സോ ഇനിയും ഞങ്ങൾ ക്വസ്റ്റ്യൻസ് വരുന്ന അനുസരിച്ച് ഞങ്ങൾ അതിൻ്റെ എപ്പിസോഡ്സ് ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേറെ വീഡിയോ ഇടത്തില്ലെന്നല്ല, ഞങ്ങളുടെ നോർമലായിട്ട് ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം നോർമൽ വീഡിയോസ് ഞങ്ങളിപ്പം പോസ്റ്റ് ചെയ്യുന്നില്ല, കണ്ടിന്യൂസ്ലി ഈ സീരീസ് തന്നെ ഞങ്ങളത് കണ്ടിന്യൂസ്ലി ചെയ്യുമായിരുന്നു, കാരണം അത്രയ്ക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ ഇനി ക്വസ്റ്റ്യൻസ് വരുന്ന അനുസരിച്ച് ചെയ്യാം. അത് കഴിഞ്ഞ് ഞങ്ങളുടെ നോർമൽ സീരീസ്, ഞങ്ങളുടെ നോർമൽ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് അറിയാവുന്ന അതും ഞങ്ങൾ ഇടുന്നതായിരിക്കും. ഞങ്ങളുടെ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും, ഓരോ ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ എന്തെങ്കിലും റിവ്യൂസും, അങ്ങനെ വേറെ വേറെ വീഡിയോസ് വരും. ഈ സീരീസ് ഇനിയും മന്ത്ലി വൺസ്, അതായത് ഫസ്റ്റ് മൺഡേ അങ്ങനെയായിരിക്കും ചെയ്യുന്നത്. പിന്നെ ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ വരുവാണെങ്കിൽ ഇടയ്ക്ക് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് നന്ദി. തുടർന്നുള്ള ഞങ്ങളുടെ എല്ലാ വീഡിയോസിനും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. ഓക്കെ, ബൈ.